അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ക്രിസ്പി ദോശയുടെ റെസിപ്പി ഇട്ടപ്പോൾ റെസിപ്പി അല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കുന്നത് കാണിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടു ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് ഒന്ന് കാണിക്കാമെന്ന്. അപ്പം ഞാനിത് ആദ്യം തൊട്ട് ഇത് ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കുന്നത് തൊട്ട് ദോശ ഉണ്ടാക്കുന്നത് വരെയുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പ്, നിങ്ങളുടെ അളവിലുള്ള കപ്പ് എടുക്കുക. ഈ ഒരു കപ്പിന് 3 കപ്പ് അരി ദാണ്ട ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും അതിലേക്ക് വേണ്ടത് ഈ 3 കപ്പിന് 1 കപ്പ് ഉഴുന്ന്, നമ്മൾ സാധാരണ 1 കപ്പ് ഫുള്ള്. അതിലേക്ക് 1/2 കപ്പ് ചന്നാ ദാൽ, നമ്മളുടെ പരിപ്പ് വടക്കൊക്കെ ഉണ്ടാക്കുന്ന ദാലാണ് ചന്നാ ദാൽ, ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടുക. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു ടീസ്പൂണ് ഉലുവയാണ് എടുക്കുന്നത്. ഇത് ഇത്ര മതിയായിരിക്കും, അത് ഇടുക. ഇനി ഇത് നമുക്ക് കഴുകി നമുക്കിത് കുതിരാനായിട്ട് വയ്ക്കാം. ഇത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് രണ്ടും അരിയും ഉഴുന്നും പിന്നെ രണ്ടും സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 6 to 8 hours നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് അരച്ചിടും. അപ്പം ഇത് നല്ലപോലെ അരച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഓവർനൈറ്റ് അത് പൊങ്ങാനായിട്ട് വയ്ക്കുക. ഇനി നമ്മൾ ഫില്ലിങ്ങിന് നെക്സ്റ്റ് ഡേ മോർണിംഗ് ബീട്രൂട്ട് ഒരു 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും അതിലേക്ക് ഉള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് അല്പം വെള്ളവും ഉപ്പും ചേർത്ത് ഒരു 4 തൊട്ട് 6 വിസിൽ വരെ വേവിക്കുക. വേവിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞ് അത് തുറന്നിട്ട് അതിലേക്ക് ഒരു 2 പൊട്ടാറ്റോ അരിഞ്ഞത് ചേർക്കാവുന്നതാണ്. ആദ്യം പൊട്ടാറ്റോ ഇടാഞ്ഞത് ബീട്രൂട്ടിന് ഒത്തിരി വേവ് കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മളുടെ പൊട്ടാറ്റോ കിട്ടും. അത് പൊട്ടാറ്റോയും ആഡ് ചെയ്ത് നമ്മളൊരു 3 വിസിൽ വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മിക്സ് റെഡി. ഇനി അതൊരു പൊട്ടാറ്റോ മാഷർ കൊണ്ട് നല്ലതുപോലെ മാഷ് ചെയ്ത് ബീട്രൂട്ടെല്ലാം ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ മാഷ് ചെയ്യുക. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ, ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിലേക്ക് കടുക്, ഉഴുന്ന് പരിപ്പ് എന്നിവ ചേർത്ത് ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതൊന്ന് ഒരു ട്രാൻസ്ലൂസൻ്റ് ആയി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഈ വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് ഉടയാതെ കിടക്കുന്ന എന്തെങ്കിലും കഷ്ണങ്ങളുണ്ടെങ്കിൽ അതും ഒന്ന് ഉടച്ച് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതുമാണ്. ഇനി നമുക്ക് ദോശ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ സമയം ഒത്തിരി തിക്കാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിൻ്റെ പരത്താവുന്ന പാകത്തിന് ആക്കാവുന്നതാണ്. ഇഡ്ഡലിയുടെ അത്രയും തിക്നെസ് വേണ്ട ദോശയ്ക്ക്. ദോശ നല്ലതുപോലെ പരത്തുമ്പം നല്ല കുറച്ചൊരു ജ്യൂസായിട്ട് ഇരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളുടെ ദോശമാവ് ഇരിക്കാൻ. ഇനിയും പാൻ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് മോർണിംഗാണ്, രാവിലെ തന്നെ ഞാൻ ദോശയ്ക്ക് മാവെടുക്കുന്ന സാധാരണ തവി ഏതാണോ അത് വെച്ച് നടുക്കൂന്ന് നല്ലതുപോലെ പരത്തി സൈഡിലേക്ക് കൊണ്ടുവരിക. അത് തിന്നായിട്ട് വേണം പരത്താൻ, എന്നാലും നമുക്ക് ആ ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി അതിൻ്റെ അതിലേക്ക് നെയ്യ് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നല്ലതുപോലെ മുരിഞ്ഞു വരിക. അധികം ചൂടിൽ വേവിക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിടണം. നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് നമ്മളുടെ ദോശ. ഇനി അത് ഫില്ലിങ് നടുക്ക് വെച്ചിട്ട് 2 സൈഡും നമുക്ക് മടക്കി നമ്മളുടെ ദോശ ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ദോശ റെഡി ആയിട്ടുണ്ട്. മസാല ദോശയാണ് ഇന്ന് ഉണ്ടാക്കിയത്. നമ്മുടെ കഫേ കോഫി ഡേയിൽ കിട്ടുന്ന ടൈപ്പ് മസാല ദോശ. അപ്പം ട്രൈ ചെയ്യാം. കണ്ടോ ക്രിസ്പിനെസ് കേൾക്കാവോ? മസാല കൂട്ടി കഴിക്കണേ, ചൂടാ. ഭയങ്കര ടേസ്റ്റ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you later. Bye.